സംസാരിക്കണമെന്ന് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ വാക്കുകളാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. ആരോഗ്യവും ശുചിത്വവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ്. ഒന്നില്ലാതെ മറ്റൊന്ന് നിലനിൽപ്പില്ല. അപ്പോൾ നാം ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ആരോഗ്യം? നമുക്ക് എല്ലാവർക്കും ആരോഗ്യമുണ്ടോ? രോഗമില്ലാത്ത അവസ്ഥ മാത്രമാണോ ആരോഗ്യം? അല്ല, അല്ലേ? ഒരു വ്യക്തിയുടെ പൂർണ്ണ ശാരീരിക, മാനസിക, സാമൂഹിക ക്ഷേമവും രോഗങ്ങളിൽ നിന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവുമാണ് ആരോഗ്യം. അതെ, നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. നാം ജീവിതാവസാനം വരെ സംരക്ഷിക്കേണ്ട സമ്പത്താണ് നമ്മുടെ ആരോഗ്യം. അതിന് നാം പാലിക്കേണ്ടത് എന്താണ്? ഒട്ടും സംശയം വേണ്ട, അത് ശുചിത്വം തന്നെയാണ്. വ്യക്തിശുചിത്വം എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. നാം കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ശുചിത്വം പാലിച്ചു വരുന്നു. 2 നേരം കുളിക്കണം, പല്ലു നിത്യം തേച്ചിടണം, നഖങ്ങൾ വളർന്നിടുമ്പോൾ മുറിച്ചിടണം, മണ്ണ് നന്നായി കിളയ്ക്കണം, വിത്തെടുത്ത് വിതയ്ക്കണം, ദേഹം വിയർത്തിടും വരെ വേല ചെയ്യണം, നാട്ടുകാരെ കേട്ടിടണം, കേട്ട കാര്യം ചെയ്തിടണം, ദേഹമെല്ലാം ശുചിയായി സൂക്ഷിച്ചിടണം. ഓർമ്മയുണ്ട് ഈ വരികൾ? നാടിനെ രക്ഷിച്ച വീരബാഹു എന്ന കഥയിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ സന്ദേശമാണ് ശുചിത്വത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കാമെന്ന്. വ്യക്തിശുചിത്വം മാത്രം മതിയോ നല്ല ആരോഗ്യത്തിന്? ഒരിക്കലുമല്ല. വ്യക്തിശുചിത്വം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പരിസര ശുചിത്വവും. നാം ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നത് പോലെ തന്നെ നാം ജീവിക്കുന്ന പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, പരിസരം ശുചിയല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, കോളറ, മഞ്ഞപ്പിത്തം തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങൾ നാട്ടിൽ ശുചിത്വമില്ലായ്മയിലൂടെ പടരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപുള്ള കൈകഴുകലിലൂടെ ചെറിയ രോഗങ്ങളായ വയറിളക്ക രോഗങ്ങൾ മുതൽ ഇപ്പോൾ ലോകത്തെ ആകെ ഉറപ്പിച്ച കൊറോണ വൈറസിനെ വരെ തടയാൻ സാധിച്ചു. മാലിന്യങ്ങൾ സംസ്കരിക്കാനും മലിനജലം കെട്ടിക്കിടക്കാതിരിക്കാനും നമ്മൾ തന്നെ പ്രവർത്തിക്കണം. നമുക്കറിയാമല്ലോ, മലിനജലം കെട്ടിക്കിടന്നാൽ കൊതുകുകളും ഈച്ചകളും പെറ്റുപെരുകി ധാരാളം രോഗങ്ങൾ വരുമെന്ന്. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നാം ഡ്രൈ ഡേ ആചരിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം നാം നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുന്ന പ്രവർത്തനമാണ് ഡ്രൈ ഡേ. ഹരിത വിദ്യാലയം, ശുചിത്വ വിദ്യാലയം എന്ന പദ്ധതിയിലെ ഒരംഗം കൂടിയാണ് നാം. നമ്മുടെ സ്കൂളിലും പരിസരത്തുമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുകയും സ്കൂളിനെ ഹരിത വിദ്യാലയമാക്കേണ്ടതും നമ്മൾ തന്നെയാണ്. രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യവും ശുചിത്വവും കണക്കിലെടുത്ത് 2014 വന്ന പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ. ഇതിലൂടെ 2030 ആകുമ്പോഴേക്കും രാജ്യത്തെ ശുചീകരണം പൂർത്തിയാക്കാനാണ് സ്വച്ഛ് ഭാരത് മിഷന്റെ ലക്ഷ്യം. 2014 കേരളം ആരംഭിച്ച പദ്ധതിയാണ് നവകേരള മിഷൻ. ഇതിലൂടെ തുറന്ന മലമൂത്ര വിസർജന വിമുക്ത കേരള പ്രഖ്യാപനം നടത്തിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, അല്ലേ? നമ്മളാണ് വരുതലമുറ. അതിനാൽ ശുചീകരണം തുടങ്ങേണ്ടത് നമ്മൾ തന്നെയാണ്. നവകേരള മിഷൻ വിഭാവനം ചെയ്യുന്നു. മാലിന്യമുക്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഹരിതകർമ്മ സേനയുടെ സഹായത്തോടെ നമുക്കും പ്രവർത്തിക്കാം.